ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കുക്കിംഗ് വിത്ത് മീ. ഇന്നൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി പരിചയപ്പെടാം. ഇത് കുട്ടികൾക്കൊക്കെ രാവിലെ ഉണ്ടാക്കി കൊടുക്കാൻ എളുപ്പമാണ് കേട്ടോ. പിള്ളേർ കഴിക്കുകയും ചെയ്യും. പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാനും പറ്റും സ്കൂളിൽ പോകുന്ന ടൈമിലൊക്കെ. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതേപോലെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. നമുക്ക് ആവശ്യമുള്ളത്ര ബ്രെഡ് ഇതേപോലെ നടുക്കുള്ള ഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് ഷേപ്പാക്കി എടുക്കണം. അതിനുശേഷം ഒരു നോൺ സ്റ്റിക്ക് പാൻ അടുപ്പത്ത് വെച്ചിട്ടൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് അല്പം ബട്ടർ ഇതേപോലെ ഒന്ന് തൂത്ത് കൊടുക്കണം. എന്നിട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ബ്രെഡ് ഓരോന്നും അതിലേക്ക് വെച്ച് കൊടുക്കുക. അതിൻ്റെ ഒരു ഭാഗം ഒന്ന് മൊരിഞ്ഞ് വരുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. അങ്ങനെ തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഓരോ മുട്ടയും ഓരോന്നിലും ഒഴിച്ചു കൊടുക്കണം. പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുക. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും, വളരെ എളുപ്പമാണ്. എന്നാൽ പിള്ളേർക്ക് ഒരുപാട് ഇഷ്ടപ്പെടുകയും ചെയ്യും. അങ്ങനെ പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം അതിലേക്ക് ഒരു അല്പം കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പിൻ്റെ പൊടിയും കൂടി ഇങ്ങനെ വിതറി കൊടുക്കണം. എന്നിട്ട് ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഉപ്പൊക്കെ ഒന്ന് എല്ലായിടത്തും ആവുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ സവാള, തക്കാളി, ക്യാപ്സിക്കം എല്ലാം ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ തക്കാളിയുടെ അകഭാഗം എടുക്കണ്ട, പുറത്തുള്ളത് എടുത്താൽ മതി. അങ്ങനെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളി, ക്യാപ്സിക്കം, സവാള ഇങ്ങനെ എല്ലാം അതിൻ്റെ മുകളിലേക്ക് കുറേശ്ശെ ഇട്ട് കൊടുക്കണം. അങ്ങനെ എല്ലാം ചേർത്ത് കൊടുക്കണം കേട്ടോ. അതിനുശേഷം നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള ആ ബ്രെഡിൻ്റെ പീസ് അതിൻ്റെ മുകളിലേക്ക് വെച്ച് ഒന്ന് അമർത്തി കൊടുക്കണം. അങ്ങനെ 2 ബ്രെഡും അങ്ങനെ വെച്ച് ഒന്ന് അമർത്തി വയ്ക്കുക. അതിനുശേഷം ഒരല്പം ബട്ടർ എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഒന്ന് തൂത്ത് കൊടുക്കണം. അങ്ങനെ രണ്ടിലേക്കും തൂത്ത് കൊടുക്കണം. എന്നിട്ട് ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. അങ്ങനെ മറുവശം കൂടി ഒന്ന് മൊരിഞ്ഞ് കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് മറിച്ചിട്ട് കൊടുത്തത്. എന്നിട്ട് വീണ്ടും തിരിച്ചിട്ടതിന് ശേഷം നമുക്ക് ഓരോ ചീസിൻ്റെ ഓരോ സ്ലൈസും കൂടി അതിൻ്റെ മുകളിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കണം. എന്നിട്ട് അധിക സമയം വെക്കണ്ട കേട്ടോ. ഈ ചൂടിൽ തന്നെ ചീസ് ഒന്ന് പതുക്കെ മെൽറ്റായി തുടങ്ങും. അതിൻ്റെ മുകളിലേക്ക് ഒരല്പം ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് കൊടുക്കണം, വിതറി കൊടുക്കണം. കുട്ടികൾക്കാണെങ്കിൽ ഇത് ഒഴിവാക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ അടിപൊളി ചീസ് എഗ്ഗ് സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇതേപോലെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ഡിഷസുമായിട്ട് ഇനി വീണ്ടും വരാം. ബായ്.